ദൈവനാമത്തിന് മഹത്വം. കർത്തൃനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങൾ. വിശുദ്ധ ബൈബിളിലെ ഒരു സംഭവ കഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ നടന്ന ഒരു സംഭവമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിലെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ അതിനാധാരമായിട്ട് എടുക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം വാക്യങ്ങൾ 1 മുതൽ 11 വരെ. അതിൻ്റെ 3-ാമത്തെ വാക്യം ആദ്യമായിട്ട് നമുക്കൊന്ന് വായിക്കാം. ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, 4-ാമത്തെ വാക്യം, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. 5-ാമത്തെ വാക്യം, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. വളരെ വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ലാതെ, വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ലാതെ വ്യക്തമായ ഒരു വേദഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. പാപത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ പരീശന്മാരും ശാസ്ത്രിമാരും അങ്ങനെ വലിയൊരു സമൂഹം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം, മോശെ വ്യഭിചാരത്തിൽ പിടിച്ച ആളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് ന്യായപ്രമാണം. ഇവളെ എന്തു ചെയ്യണം? നീ അത് പറഞ്ഞു തരണം. വിശുദ്ധ ബൈബിളിൽ ലേവ്യ പുസ്തകം 20-ന്റെ 10-ാം വാക്യം നമ്മൾ വായിക്കുമ്പോഴും ആവർത്തന പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വായിക്കുമ്പോഴും വ്യഭിചാര കർമ്മത്തിൽ ഏർപ്പെട്ട വ്യഭിചാര കർമ്മം ചെയ്ത പുരുഷനും വ്യഭിചാരിണിയായ സ്ത്രീയും 2 പേരും മരിക്കണം. 2 പേരെയും കല്ലെറിഞ്ഞ് കൊല്ലണം. 2 പേരും ഒരുപോലെ പാപം ചെയ്തവരാണ്. 2 പേരും ഒരുപോലെ മരിക്കണം. അപ്പോൾ മറ്റൊരുത്തൻ്റെ ഭാര്യയോട് അഥവാ മറ്റൊരുത്തൻ്റെ കൂട്ടുകാരൻ്റെ സ്നേഹിതൻ്റെ ഭാര്യയോട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ട പുരുഷനും ആ സ്ത്രീയും ഒരുപോലെ മരണശിക്ഷ അനുഭവിക്കണം. അങ്ങനെ ഈ പാപത്തെ മനുഷ്യവർഗത്തിൽ നിന്ന് അകറ്റി നിർത്തണം. മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തണം. ഇതാകുന്നു ദൈവത്തിൻ്റെ കൽപ്പനയുടെ ലക്ഷ്യം. എന്നാൽ ഈ ഭാഗത്ത് വേറൊരു വ്യത്യാസം നമ്മൾ കാണുന്നത്, വ്യഭിചാര കർമ്മത്തിൽ, വ്യഭിചാര കുറ്റത്തിൽ ഏർപ്പെട്ട, ഈ പാപത്തിൽ ഏർപ്പെട്ട സ്ത്രീയെ മാത്രമേ ആ സമൂഹം കൊണ്ടുവന്നിട്ടുള്ളൂ. വ്യഭിചാര കർമ്മത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ രാത്രി അവളുമായി പാപത്തിലേർപ്പെട്ട വ്യക്തിയെ രക്ഷപ്പെടുവാൻ അവർ അനുവദിച്ചു. അവനെ രക്ഷിച്ചിട്ട് ഈ ബലഹീനയായ, അബലയായ, സാധുവായ ഈ സ്ത്രീയെ കർത്താവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒന്ന് ഓർപ്പിച്ചോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹമാകാം, മതമാകാം, സാഹചര്യമാകാം, എന്തു തന്നെയായിരുന്നാലും ഒരുപക്ഷെ നിങ്ങളെ ഈ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തു തീരുമാനിക്കും? ഈ കഥ നമുക്കൊന്ന് തുടർന്ന് കേൾക്കാം. അതിൻ്റെ 6-7 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതിയാകേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരലുകൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. 7-ാമത്തെ വാക്യം, അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ 1-ാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മറുപടി അവരെ ഞെട്ടിച്ചതാണ്. യേശു ക്രിസ്തുവിനെ കുടുക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യമാണ്. എന്നാൽ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ വന്നവനാണ്. തൻ്റെ മുൻപിൽ നിൽക്കുന്ന യുവതിയെ, ആ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കല്ലുമേന്തി ഒരുപക്ഷെ അനേക ദൂരം ഓടിച്ചിട്ട് പിടിച്ച് അവളെ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ ശിക്ഷിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. യേശു ക്രിസ്തു പറഞ്ഞ മറുപടി ഒന്നും കൂടെ ശ്രദ്ധിക്കണം. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. ബൈബിളിൻ്റെ പ്രഖ്യാപനം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കട്ടെ, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയിട്ട്, എല്ലാ മനുഷ്യനെയും നോക്കിയിട്ട്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ലെന്ന് പ്രഖ്യാപിച്ചു. ഏത് മനുഷ്യനും അവൻ്റെ ഹൃദയം തിരിഞ്ഞു നോക്കിയിട്ട്, ഉള്ളിലേക്ക് നോക്കിയിട്ട് അവൻ സമ്മതിക്കും അവൻ പാപിയാണെന്ന്. അപ്പോൾ യേശു ക്രിസ്തു നിൽക്കുന്നുണ്ട്, ആ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ നിൽക്കുന്നുണ്ട്, വലിയൊരു പുരുഷാരം അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ മത നേതാക്കളുണ്ട്, മതത്തിലെ ആൾക്കാരുണ്ട്, എല്ലാ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരുമുണ്ട്. അവരെല്ലാവരും പാപികളാണ്. ഈ സ്ത്രീയും പാപത്തിൽ ഏർപ്പെട്ടവളാണ്, പാപിയ. പാപമില്ലാത്ത ഒരൊറ്റ വ്യക്തിയെ അവിടെ നിൽക്കുന്നുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു. കല്ലെറിയണമെങ്കിൽ
ആദ്യം കല്ലെറിയേണ്ടത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ കല്ലില്ല. എന്നാൽ കല്ലെറിയാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത സമൂഹത്തിൻ്റെ, മതത്തിൻ്റെ, വ്യക്തികളുടെ കൈകളിൽ കല്ലുണ്ട്. അപ്പോൾ നമ്മെ ശിക്ഷിക്കുവാൻ യാതൊരു അധികാരമില്ലാത്തവർ നമ്മെ ശിക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. നമ്മെ ശിക്ഷിക്കുവാൻ അധികാരവും കഴിവും ശക്തിയും യോഗ്യതയുമുള്ള സാക്ഷാൽ ദൈവം യേശുക്രിസ്തു നമ്മെ ശിക്ഷിക്കുന്നില്ല. തൻ്റെ കയ്യിൽ നമ്മെ ശിക്ഷിക്കുവാനുള്ള, കല്ലെറിയാനുള്ള കല്ല് തൻ്റെ കയ്യിൽ ഇല്ല. ഒന്നും കൂടെ ആ 7-ാമത്തെ വാക്യം വായിക്കാം. 7-ാമത്തെ വാക്യം. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. 8-ാമത്തെ വാക്യം. പിന്നെയും കുനിഞ്ഞ് വിരലുകൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. യേശു മാത്രം നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ, സാക്ഷാൽ ദൈവമായ യേശുക്രിസ്തുവിൻ്റെ പ്രഖ്യാപനം, ശബ്ദം, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ മൂത്തവരും ഇളയവരും ഒരുപോലെ മനസ്സാക്ഷി ഹേതുവായി അവരാ രംഗം വിട്ടുപോയി. ഇറക്കി കൊണ്ടുവന്ന കല്ലും അവളെ ശിക്ഷിക്കാൻ കൊണ്ടുവന്ന വകുപ്പും എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് വെറും കൈയായി മടങ്ങിപ്പോകുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു പക്ഷേ ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ, നമ്മളായിരിക്കുന്ന സാഹചര്യം, സമൂഹം, നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സ്ഥലം എന്തുമായിക്കോട്ടെ, ഇപ്പോൾ നിങ്ങളെയും ഈ സ്ത്രീയെ ക്രിസ്തുവിൻ്റെ മുൻപിൽ, യേശു ക്രിസ്തുവിൻ്റെ മുൻപിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവന്നതുപോലെ കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾ എന്ത് തീരുമാനിക്കും? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമോ, അതോ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ പാപത്തിൽ തുടരുമോ? അപ്പോൾ ഈ സമൂഹം അവിടെ ചെറുതും വലുതും, ചെറിയവരും വലിയവരും ഒരുപോലെ കല്ല് താഴെയിട്ട് മടങ്ങി പോകുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. അറിവിലും പഠിപ്പിലും വിവരത്തിലും പ്രായത്തിലും മൂത്തവരും ഇളയവരും, ഉച്ചനീച തട്ടുകൾ വെച്ച് നോക്കിയാൽ എല്ലാ തലത്തിലുള്ളവരും മനസ്സാക്ഷി ഹേതുവായി കല്ലുകൾ താഴെയിട്ടുകൊണ്ട് മടങ്ങുന്ന രംഗം നമുക്കവിടെ കാണാൻ സാധിച്ചില്ലേ? അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുവാൻ ആർക്കും സാധ്യമല്ല. എല്ലാവരും പാപികളാണ്, എല്ലാവരും പാപത്തിൽ വീണുപോയവരാണ്. അപ്പോൾ വാസ്തവത്തിൽ ദൈവകൽപ്പനയെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ, ദൈവത്തിൻ്റെ നിയമത്തെ സംരക്ഷിക്കേണ്ടുന്നവർ അവരെന്താ ചെയ്യുന്നത്? അവർ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ നിയമങ്ങളെ സംരക്ഷിച്ച് സൂക്ഷിക്കേണ്ടതിന് പകരം, മാനവവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് പകരം, വ്യഭിചാരത്തിൽ 2 പേരെയും കൊണ്ടുവരേണ്ടതിന് പകരം ആ സ്ത്രീയെ മാത്രമേ കൊണ്ടുവന്നുള്ളൂ, ആ പെൺകുട്ടിയെ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ആ പുരുഷനെ ഒരുപക്ഷെ രക്ഷിച്ചു കാണും, ഇല്ലെങ്കിൽ ആ വന്ന കൂട്ടത്തിൽ ആ പുരുഷൻ ഉണ്ടായേ കാണും, നമുക്കറിഞ്ഞുകൂടാ. എന്തു തന്നെയായിരുന്നാലും സകലരും പരാജയമാണെന്ന് ഒരിക്കൽ കൂടെ അവിടെ ബോധ്യപ്പെടുത്തുകയാണ്. എല്ലാ ഫോർമുലകളും, എല്ലാ അവതാരങ്ങളും, മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉദിച്ച എല്ലാ കാര്യങ്ങളും മനുഷ്യനെ രക്ഷിക്കുവാൻ, പാപത്തിനൊരു പരിഹാരം വരുത്തുവാൻ പരാജയമാണെന്ന് അവിടെ വ്യക്തമാക്കുകയാണ്. അടുത്ത രംഗം, കർത്താവായ യേശു ക്രിസ്തുവും ആ സ്ത്രീയും മാത്രം അവിടെ ശേഷിച്ചു, ബാക്കി എല്ലാവരും പോയി. അതിൻ്റെ 9-ാമത്തെ വാക്യം. അവർ അത് കേട്ടിട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. യേശു മാത്രം നടുവിൽ നിൽക്കുന്നു, സ്ത്രീയും ശേഷിച്ചു. 10-ാമത്തെ വാക്യം. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന് 11-ാമത്തെ വാക്യം. ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകുക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നിവർന്ന് എഴുന്നേറ്റ് അവളെ നോക്കിയപ്പോൾ അവളെ ശിക്ഷ വിധിക്കുവാൻ ആരും അവിടെ ഇല്ല. കർത്താവായ യേശു ക്രിസ്തു ശിക്ഷിക്കാൻ വന്നവനല്ല, രക്ഷിക്കാൻ വന്നവനാണ്. ഏകരക്ഷകൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒരാവർത്തി അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഓർപ്പിക്കട്ടെ. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. രക്ഷ പ്രാപിക്കാൻ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം. അപ്പോൾ സ്ത്രീയും യേശു ക്രിസ്തുവും മാത്രം നിലനിൽക്കുന്നു, സ്ത്രീയും യേശു ക്രിസ്തുവും മാത്രം ഉൾപ്പെട്ട രംഗം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സ്ത്രീയോട് ചോദിക്കുക, ആരും നിന്നെ ശിക്ഷ വിധിച്ചില്ലയോ? അപ്പോൾ സ്ത്രീയുടെ മറുപടി ഇല്ല. അപ്പോൾ കർത്താവ് പറയുകയാണ്,
എന്നാൽ ഞാനും ശിക്ഷ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയുടെ വാക്കുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ സ്ത്രീ രക്ഷ അനുഭവിക്കാൻ യോഗ്യത ഉള്ള സ്ത്രീയല്ല, മറിച്ച് ശിക്ഷ അനുഭവിക്കേണ്ടവളാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അവളെ വെറുതെ വിടുകയാണ്. അത് ദൈവത്തിൻ്റെ കൃപയാണ്. അർഹിക്കാത്ത ദാനമാണ്, അർഹിക്കാത്ത നന്മയാണ്. അപ്പോൾ സ്ത്രീയെ വെറുതെ വിടുവാൻ കർത്താവ് തീരുമാനിക്കുന്നു. പോയിക്കൊള്ളുക, സ്വാതന്ത്ര്യത്തോടെ സ്വതന്ത്രമായി വിട്ടയച്ചിരിക്കുന്നു. ഇനിമേൽ പാപം ചെയ്യരുത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഏകരക്ഷകനാണെന്നും പാപത്തിന് രക്ഷയ്ക്കായി താൻ അവതരിച്ചിരിക്കുന്ന ദൈവമാണെന്നും അവൾ വിശ്വസിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കുവാൻ യോഗ്യൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നാൽ നമ്മെ ശിക്ഷിക്കാതെ വെറുതെ വിടുവാൻ ദൈവം തീരുമാനിച്ചെങ്കിൽ ആ സ്നേഹം അതെത്രയോ വലിയ സ്നേഹമാണ്. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ആ സ്ത്രീ നേരിട്ട അനുഭവം എന്ന് പറഞ്ഞാൽ പർവ്വത സമാനമായ ഭീതി ഉണർത്തുന്ന രംഗമാണ്. തിരമാല ആഞ്ഞടിക്കുന്നത് പോലെ അവൾ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ വിധിക്കുവാൻ സമൂഹം കല്ലുമായി അവളുടെ അടുക്കിലേക്ക് പാഞ്ഞു വന്നിരിക്കുന്ന രംഗമാണ്. മണിക്കൂറുകൾ ഭീതിയുടെയും ഭയത്തിൻ്റെയും രംഗങ്ങളിലൂടെ അവൾ കടന്നുപോയി. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ അവൾ എത്തിയപ്പോൾ സകലവും കെട്ടടങ്ങി ഒരു പിടി ചാരം പോലെ അവളുടെ മുൻപിൽ വീണു. യേശു ക്രിസ്തു രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്. യേശു ക്രിസ്തു മാത്രമേ രക്ഷിക്കാൻ കഴിവുള്ളവനുള്ളൂ. ആ പെൺകുട്ടി ഭാഗ്യവതിയാണ്. കാരണം അവൾ ഓടിയെത്തിയത് യേശു ക്രിസ്തുവിൻ്റെ അടുക്കലാണ്. ഒരുപക്ഷെ നിങ്ങളും ഈ സന്ദേശം കേൾക്കുമ്പോൾ യേശു ക്രിസ്തുവിന് തൊട്ടടുക്കൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ദൈവത്തെ അവഗണിച്ച് ദൈവപുത്രനായ ക്രിസ്തുവിനെ അവഗണിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോകാം. ഈ അബലയായ ബലഹീനയായ ഈ സ്ത്രീയെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിന് സാധിച്ചെങ്കിൽ അങ്ങേ രക്ഷിക്കുവാനും യേശു ക്രിസ്തുവിന് സാധിക്കും. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം. ആരെങ്കിലും ഈ കേൾക്കുന്നവരിൽ ഈ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളൊരു പാപിയാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ യേശു ക്രിസ്തു നിങ്ങളെ രക്ഷിക്കുവാൻ ഇപ്പോൾ തയ്യാറാണ്. ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിങ്ങളൊരു പാപിയാണെന്ന് നിങ്ങൾ സമ്മതിക്കണം. മാത്രമല്ല, പാപത്തിന് പരിഹാരമായി, നിങ്ങളുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ മരിച്ചതെന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അത് നിങ്ങളുടെ വായ് കൊണ്ട് നിങ്ങൾ ഏറ്റുപറയണം. നാളിതുവരെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വന്നത് പാപമാണ്. ആ പാപമാണ് നിങ്ങളുടെ സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും പുറത്തു വന്നതെങ്കിൽ, ഇന്ന് യേശു ക്രിസ്തുവിനെ നിങ്ങൾ കർത്താവും രക്ഷിതാവും ദൈവവുമായിട്ട് അംഗീകരിക്കുന്നെങ്കിൽ അത് നിങ്ങൾ ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്. നാളിതുവരെ ഒരുപക്ഷെ നിങ്ങളെ ഭരിച്ചിരുന്നത് നിങ്ങളുടെ ഹൃദയത്തിലെ പാപമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ സംസാരിച്ചതും നിങ്ങളുടെ പ്രവൃത്തിയിൽ വന്നതും എല്ലാം പാപത്തിൻ്റെ പ്രവൃത്തികളാണ്. എന്നാൽ നിങ്ങൾ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവും ദൈവവുമായിട്ട് അംഗീകരിക്കുന്നെങ്കിൽ യേശുവിനെ കർത്താവെന്ന് നിങ്ങൾ ഏറ്റുപറയണം. മാത്രമല്ല, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. ദൈവത്തിൻ്റെ മഹത്വം കാണണമെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. അപ്പോൾ ഈ സ്ത്രീ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നത് അവൾക്ക് അനുഗ്രഹമായി. യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് യേശു ക്രിസ്തുവിൽ നിന്ന് കേട്ടത് അവൾക്ക് രക്ഷയ്ക്കായി കാരണമായി ഭവിച്ചു. യേശു ക്രിസ്തു പറഞ്ഞ വാക്കിതാണ്: ആരും ശിക്ഷ വിധിച്ചില്ലേ, എന്നാൽ നിന്നെയും ഞാൻ ശിക്ഷ വിധിക്കുന്നില്ല. അതിനർത്ഥം അവളുടെ ശിക്ഷ മുഴുവൻ യേശു ക്രിസ്തു ഏറ്റെടുത്തു. അപ്പോൾ അവൾ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ എന്താ? പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അവളുടെ പാപത്തിൻ്റെ ശിക്ഷയും ശമ്പളവും മരണം. ആ മരണവും യേശു ക്രിസ്തു ഏറ്റെടുത്തു. ആ മരണം അവൾക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. അത് അവൾ വിശ്വസിച്ചതുകൊണ്ടാണ് അവളുടെ ഹൃദയം കണ്ട കർത്താവ് അവളോട് പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്.
ഇനിമേൽ പാപം ചെയ്യാത്ത വിധം ആ ബലഹീനയായ സാധുവായ ആ സ്ത്രീയെ ശക്തിപ്പെടുത്തിയതും ബലപ്പെടുത്തിയതും ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. പാപിയാണെന്നുള്ള ബോധം നിങ്ങളെ ഭരിച്ചാൽ സംശയിക്കേണ്ട, കർത്താവിനോട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഈ കർത്താവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ച് നിങ്ങൾക്ക് ജീവിക്കാം. ഈ സ്ത്രീയെ കർത്താവ് രക്ഷിച്ചെങ്കിൽ അതിനർത്ഥം ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയാത്തതായിട്ടൊരു പാപം ഇല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ പാപം എത്ര കഠിനവും എത്ര കഠോരമായാലും ദൈവത്തിനത് ക്ഷമിക്കുവാൻ സാധിക്കും. യേശു ക്രിസ്തുവിന് നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ സാധിക്കും. സകല പാപത്തിനും കാൽവറിയിലെ ക്രൂശിൽ പരിഹാരം വരുത്തി കഴിഞ്ഞു. ഇനി അധ്വാനിക്കേണ്ട, പണം ചെലവഴിക്കേണ്ട, മറ്റൊരു കർമ്മങ്ങളും ക്രിയകളും ചെയ്യേണ്ട. ഇരിക്കുന്ന ഇരിപ്പിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിപ്പാൻ, രക്ഷ പ്രാപിപ്പാൻ ഇടയാകട്ടെ. ഇപ്രകാരം വിശ്വസിക്കണം: യേശു ക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടിയാണ് മരിച്ചതെന്ന് വിശ്വസിക്കണം. ഇനിയൊരു രക്ഷകൻ ക്രിസ്തു അല്ലാതെ വേറെ ഒരാൾ എൻ്റെ ജീവിതത്തിലില്ല. മറ്റൊരു ദൈവം യേശു ക്രിസ്തു അല്ലാതെ എൻ്റെ ജീവിതത്തിലില്ല. എൻ്റെ കർത്തൃത്വം മുഴുവനും കർത്താവിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നു. എൻ്റെ ഹൃദയം ഞാൻ കർത്താവിനായി തുറന്നു കൊടുക്കുന്നു. അപ്പോൾ പാപിയായി ക്രിസ്തുവിൻ്റെ അടുക്കൽ ഓടി വന്നവൾ അവൾ മടങ്ങുന്നത് പാപിയായിട്ടല്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമം കൈക്കൊണ്ട ഈ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഈ സ്ത്രീ മടങ്ങിയത് ദൈവമകളായിട്ടെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അങ്ങ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അങ്ങ് ഇന്ന് ഈ നിമിഷം മുതൽ ദൈവം മകനാണ്. മകനെ അപ്പൻ കരുതിക്കൊള്ളും. മകൻ്റെ അഭ്യർത്ഥനകളും യാചനകളും ആവശ്യങ്ങളും സ്വർഗത്തിലെ ദൈവം നടത്തിത്തരും. വലിയവനായ ദൈവത്തിൻ്റെ മകനായി തീരുവാൻ ദൈവം കൃപ ചൊരിയട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.